വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചു. സിബിഐ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സിജെഎം കോടതിയിൽ ഹർജി നൽകി. റിപ്പോർട്ടിനുമേൽ കോടതി ഉടൻ തീരുമാനമെടുക്കണമെന്നും ആവശ്യം. ബാലഭാസ്കറും മകളും മരിച്ച 2018 സെപ്റ്റംബർ 25 അപകടത്തിൽ അസ്വാഭാവികതയില്ല എന്നായിരുന്നു സിബിഐയുടെ റിപ്പോർട്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഏറെ വിവാദങ്ങളും കോളിളക്കവും ഒക്കെ ഉണ്ടാക്കിയതാണ് ബാലഭാസ്കറിന്റെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണവും. എന്നാൽ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നുള്ള സിബിഐ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നുള്ള ആവശ്യമാണ് മാതാപിതാക്കൾ ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ ഹർജിയിൽ പറയുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഒരു തുടരന്വേഷണം നടത്തുന്നത്. അതിനുശേഷം സിബിഐ സംഘം ആ റിപ്പോർട്ട് കോടതിയിൽ, ഇവിടുത്തെ സിജെഎം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇപ്പൊ കുറെ മാസങ്ങളായി. പക്ഷെ അതിലൊരു അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് വൈകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ ചില ആവശ്യങ്ങളുമായി ഇവരുടെ മാതാപിതാക്കൾ, ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അച്ഛൻ KC ഉണ്ണിയും അമ്മ B ശാന്തകുമാരിയും ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. നിലവിലെ അന്വേഷണത്തിൽ അവർ തൃപ്തരല്ല. കാരണം ഇതിൽ അസ്വാഭാവികതയില്ല എന്നുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് അംഗീകരിക്കരുത്, അതിന് പകരമായി കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ ആദ്യം CBI അന്വേഷിച്ചത് ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം തുടരന്വേഷണം നടത്തിയത് അതിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള CA റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിച്ചത്. അപ്പോൾ അതേ റാങ്കിലുള്ള, നേരത്തെ അന്വേഷിച്ച DYSP റാങ്കിലുള്ള ഒരാൾ തന്നെ അന്വേഷണം നടത്തി അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ CBIക്ക് തിരുവനന്തപുരം CJM കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ വേണം, സിബിഐയുടെ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്ന ആവശ്യം ഉന്നയിച്ചാണ് മാതാപിതാക്കൾ CJM കോടതിയെ സമീപിച്ചിരിക്കുന്നത്.